ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നിർത്തിയിരുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ചിട്ടാണ്, അതായത് പ്രോട്ടീൻ നിർമ്മാണത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയമാണ്. ഓക്കെ, സോ പ്രോട്ടീൻ നിർമ്മാണം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ജീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. പ്രോട്ടീൻ നിർമ്മാണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പ്രോട്ടീൻ സിന്തസിസ്, സിന്തസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ജീനിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീനുകൾ നിർമ്മിക്കാനായിട്ടുള്ള സന്ദേശങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ DNA-യിലുണ്ട്. ഓക്കെ, DNA-യിലുണ്ട്. ഓക്കെ, പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ടുള്ള സന്ദേശങ്ങൾ, മെസ്സേജസ് എന്തെങ്കിലുണ്ട്? DNA-യിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു DNA-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് സാധ്യമല്ല, അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു? DNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ സിന്തസൈസിങ് പ്രോട്ടീൻ. ഓക്കെ, ഈ സന്ദേശങ്ങൾക്കനുസരിച്ചിട്ട് റൈബോസോമുകളിൽ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ അതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? DNA-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആരുടെ സഹായം തേടും? RNA-യുടെ സഹായം തേടും. അങ്ങനെ DNA-യിൽ നിന്നുള്ള മെസ്സേജസ് പറഞ്ഞില്ലേ, മെസ്സേജസ് എന്ന് പറഞ്ഞില്ലേ? ആ മെസ്സേജസ് RNA എടുക്കുന്ന സമയത്ത് ആ RNA-യുടെ പേരാണ് mRNA. ഈ mRNA എവിടേക്കെത്തും? റൈബോസോമിലെത്തും. ഓക്കെ, റൈബോസോമിലേക്ക്, റൈബോസോം എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അമിനോ ആസിഡുകൾ വേണം. അമിനോ ആസിഡുകളാണ് പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡുകളെ ആരാ കൊണ്ടുവരുന്നത്? tRNA, ട്രാൻസ്ഫർ RNA കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് ഈ റൈബോസോമിൻ്റെ ഉള്ളിലായിട്ട് റൈബോസോമൽ RNA ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നു പ്രോട്ടീൻ നിർമ്മാണത്തിൽ DNA നേരിട്ട് പങ്കെടുക്കുന്നില്ല. ആരാ സഹായിക്കുന്നത്? RNA-കളാണ് സഹായിക്കുന്നത്. അപ്പോൾ DNA-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമല്ല. ആരുടെ സഹായം തേടണം? RNA-യുടെ സഹായം തേടണം. അപ്പോൾ RNA എന്താണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. RNA എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് നമ്മുടെ RNA-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ ഇഴ. നമ്മൾ DNA-ക്ക് എത്ര ഇഴ ഉണ്ടായിരുന്നു? 2 ഇഴകൾ ഉണ്ടായിരുന്നു. പക്ഷെ RNA-ക്ക് എത്ര ഇഴകൾ മാത്രമേ ഉള്ളൂ? 1 ഇഴകൾ മാത്രമേ ഉള്ളൂ. ഒരു ഇഴയുള്ളതും റൈബോസ് പഞ്ചസാരയാണ് അടങ്ങിയിട്ടുള്ളത്. മറ്റേ DNA-യിൽ എന്തുണ്ടായിരുന്നത്? ഡിയോക്സി റൈബോസ് ഷുഗർ ആയിരുന്നു, ഡിയോക്സി റൈബോസ് പഞ്ചസാരയായിരുന്നു. ഇവിടെ ഉള്ളത് ഏതാ? ഇവിടെ റൈബോസ് പഞ്ചസാരയാണുള്ളത് കേട്ടോ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതായത് ഒറ്റ ഇഴയുള്ളതും അതുപോലെ തന്നെ റൈബോസ് പഞ്ചസാര. മറ്റേതെന്തായിരുന്നു? 2 ഇഴകളും ഡിയോക്സി റൈബോസ് പഞ്ചസാരയായിരുന്നു. മനസ്സിലായല്ലോ? പിന്നെ DNA-യിൽ നമ്മൾ പറഞ്ഞിരുന്നു അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അതായിരുന്നല്ലോ. പക്ഷെ ഇവിടെ അഡിനിൻ തൈമിന് പകരം യുറാസിലാണ്. ഓക്കെ, യുറാസിൽ, പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ അതുപോലെ തന്നെയാണ് കേട്ടോ. എന്നീ പറയുന്ന നൈട്രജൻ ബേസുകളാണ് നമ്മുടെ RNA-യിലുള്ളത്. നമുക്കിത് രണ്ടും വ്യത്യാസം എന്താണെന്ന് പഠിക്കാം. DNA ഉണ്ട്, RNA ഉണ്ട്. DNA-യിൽ 2 ഇഴകളുണ്ട്, RNA-യിൽ 1 ഇഴ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. DNA-യിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണുള്ളത്. ഇതിൽ റൈബോസ് പഞ്ചസാരയാണ്. ഇതിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഉണ്ട്. ഇവിടെ അഡിനിൻ തൈമിന് പകരം യുറാസിലാണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അടുത്തൊരു പോർഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ DNA, RNA നമ്മൾ വ്യത്യാസം മനസ്സിലായി. ഇതവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. DNA എന്ന് പറഞ്ഞാൽ എത്ര ഇഴകളുണ്ട്? 2 ഇഴകളുണ്ട്. RNA മിക്കവാറും RNA-കളിൽ 1 ഇഴ മാത്രമേ ഉള്ളൂ. ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ് മെയിൻ ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത്. ഇതിലാണെങ്കിൽ റൈബോസ് പഞ്ചസാരയാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ അഡിനിൻ തൈമിന് പകരം യുറാസിലാണ്. പിന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ അതേപോലെ തന്നെ ഉണ്ട്. നെക്സ്റ്റ്, അടുത്തത് ഇപ്പൊ പ്രോട്ടീൻ നിർമ്മാണം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 2 മെത്തേഡുകളാണുള്ളത്. ഒന്നാമതാണ് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമതാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രോട്ടീൻ നിർമ്മാണം നടത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന 2 സ്റ്റേജസിലൂടെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നത്. എങ്ങനെയൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. എന്താണ് ഇത് രണ്ടും എന്നുള്ളത് പറയാം. ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് എഗൈൻ ആൻഡ് എഗൈൻ പറയുന്നത് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. ഈ ബ്ലൂ ആയിട്ട് കിടക്കുന്നില്ലേ ഈ ഒരു പോർഷൻ? നോക്കിക്കേ, ഈ ബ്ലൂ ആയിട്ട് കിടക്കുന്ന ഈ ഒരു പോർഷൻ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പുറത്ത് എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആദ്യം നമ്മൾ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അവിടെ DNA-യിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, DNA-യിൽ മെസ്സേജസ് ഉണ്ട്, സന്ദേശങ്ങളുണ്ട്. ഓക്കെ, ആ സന്ദേശങ്ങൾ എടുത്തുകൊണ്ട് mRNA പുറത്തു വരുന്നു. കണ്ടോ? മനസ്സിലായി? DNA-യിൽ നിന്നുള്ള
മെസ്സേജസ് എടുത്തുകൊണ്ട് mRNA പുറത്തേക്ക് വരുന്നു. ക്ലിയർ ആണല്ലോ? mRNA പുറത്തേക്ക് വന്നു, mRNA പുറത്തേക്ക് എത്തി. ഓക്കെ, ഇതാണ് mRNA. ഇതിന്റെ സ്ട്രക്ചർ നോക്കണേ. mRNA പുറത്തേക്ക് വന്നു. എവിടേക്ക് എത്തി? നമ്മുടെ റൈബോസോമിലോട്ട് എത്തി. ഇതാണ് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പിലുള്ള ഒരു മൗസിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിലുള്ള സംഭവമാണ് റൈബോസോം എന്ന് പറയുന്നത്. അവിടേക്ക് എത്തി. ഈ പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അമിനോ ആസിഡുകൾ വേണം. ഇതാണ് അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകൾ കൊണ്ടുവരുന്നത് ഒരു ടി ഷേപ്പിലുള്ള RNA ആണ്. അതിന് പറയുന്നതാണ് tRNA, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ RNA. ഓക്കെ, അതേപോലെ തന്നെ ഈ റൈബോസോമിന്റെ ഉള്ളിൽ ആരുണ്ട്? റൈബോസോമൽ RNA ഉണ്ട്. അതവിടെ കൊടുത്തിട്ടില്ല. റൈബോസോമിന്റെ ഉള്ളിൽ rRNA എന്ന് പറയുന്ന റൈബോസോമൽ RNA ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. DNA-യിൽ നിന്നുള്ള മെസ്സേജസും എടുത്തിട്ട് mRNA പുറത്തോട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം പുറത്ത് വെച്ചിട്ട് ഈ ന്യൂക്ലിയസിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? നമ്മുടെ റൈബോസോം ഉണ്ട്. റൈബോസോം ഇസ് ദി എന്താണ് ആ ഒരു സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. അങ്ങനെ mRNA റൈബോസോമിലെത്തി. അമിനോ ആസിഡുകളിനെ ആര് കൊണ്ടുവരും? ട്രാൻസ്ഫർ RNA കൊണ്ടുവരും. റൈബോസോമിനുള്ളിൽ ആരുകൂടിയുണ്ട്? റൈബോസോമൽ RNA ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാക്കുന്നു. ദിസ് ഇസ് കോൾഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നുണ്ട്, നോക്കാം. ഇപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ, അതായത് ജീനിൽ നിന്നും എൻസൈമുകളുടെ സഹായത്താൽ പ്രോട്ടീൻ നിർമ്മാണത്തിനായിട്ടുള്ള സന്ദേശം അടങ്ങിയിട്ടുള്ള mRNA രൂപപ്പെടുന്ന പ്രവർത്തനം. ഒന്നുമില്ല, സിംപ്ലി ഇത്രയേ ഉള്ളൂ. DNA-യിൽ നിന്ന് മെസ്സേജസുമായിട്ട് RNA പുറത്തോട്ട് വരുന്നു. ഓക്കെ, ഇത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നത്. ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഭാഗം സൈറ്റോപ്ലാസം. ഓക്കെ, എഗെയിനോട് പറയുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് mRNA രൂപപ്പെടുന്നത് എന്താണോ അതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ മെസ്സേജസ് ഉണ്ട്, പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള മെസ്സേജസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്താ? mRNA റൈബോസോമിൽ എത്തുന്നു. മനസ്സിലായല്ലോ? mRNA-യിലെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്ന ആരാണ്? tRNA-യുടെ ഫുൾ ഫോം എന്തിട്ടാ? ട്രാൻസ്ഫർ RNA. ഓക്കെ, ഇനി റൈബോസോമിന്റെ ഉള്ളിൽ ആരുണ്ട്? rRNA ഉണ്ട്. rRNA പറഞ്ഞ എന്താ? റൈബോസോമൽ RNA. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, rRNA, tRNA. ഓക്കെ, റൈബോസ്. ഇത്രയാണ് നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണം എന്ന് നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ സ്ട്രക്ചർ. ആണോ? mRNA. മനസ്സിലായല്ലോ? tRNA ഈസി ആണ്. ഇപ്പൊ എന്തായിരുന്നു? ഒരു ടി ഷേപ്പിലുള്ളതാണ്, അല്ലെങ്കിൽ പ്ലസ് ഷേപ്പിലുള്ളതാണ് tRNA എന്ന് പറയുന്നത്. rRNA എന്ന് പറഞ്ഞാൽ mRNA കുറേ ഉള്ളത് പോലത്തെയാണ് rRNA എന്ന് പറയുന്നത്. ഇത് നിങ്ങളോട് ചോദിക്കും. mRNA എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്ട്രിപ്പിൽ ഇങ്ങനെ കുറേ വരകൾ കാണാൻ പറ്റുന്നതാണ് mRNA. rRNA എന്ന് പറഞ്ഞാൽ കുറേ mRNA കൂടി ചേർന്നിട്ടുള്ളത് പോലെയുള്ളതാണ് rRNA എന്ന് പറയുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ mRNA, tRNA, rRNA എന്നിവയുടെ പങ്ക് എന്താണ് ഒന്ന് പറയാം. നോക്കിക്കോളൂ. DNA-യിൽ നിന്നും പ്രോട്ടീൻ നിർമ്മാണത്തിനായിട്ടുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു. അതാരെത്തിക്കുന്നത്? അത് mRNA ആണ്, മെസ്സഞ്ചർ RNA ആണ്. ഓക്കെ, ഈ സന്ദേശം അനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. അതാരാ ചെയ്യുന്നത്? അത് tRNA ആണ്. മനസ്സിലായല്ലോ? ഇത് tRNA ആണ് ചെയ്യുന്നത്, ഇത് mRNA ആണ് ചെയ്യുന്നത്. ഇനി rRNA എന്താ ചെയ്യുന്നത്? ബോണ്ട് രൂപീകരണത്തിലൂടെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാക്കുന്നു. അതായത് നമ്മുടെ rRNA ആണ് എവിടെയുള്ളത്? റൈബോസോമിലുള്ള rRNA, ദാറ്റ് ഈസ് റൈബോസോമൽ RNA. അതാണ് ബോണ്ട് രൂപീകരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഫോർമേഷനിലൂടെ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീൻ നിർമ്മാണം സാധ്യമാക്കുന്നത്. യെസ്, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ മെന്റലിന്റെ അനുമാനങ്ങളും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുമാണ്. അത് കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഇത് നമ്മൾ +1-ലും +2-ലൊക്കെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ SSLC-യിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ.